സുശാന്ത് സർ, ഇസ്രയേൽ അമേരിക്കയോട് ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇറാൻ ഏറ്റവും ഒടുവിൽ അവരുടെ വജ്രായുധം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലും ഇസ്രയേലിന് നേരെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് രാജ്യവും ഇസ്രയേലും ഇറാനും തുല്യമായി നിന്ന് പോരാടുന്നു എന്നൊക്കെ തരത്തിൽ വാർത്തകൾ വരുന്നു. അതിനിടയ്ക്ക് ഇസ്രയേലിന് കനത്ത പ്രഹരം ഉണ്ടായിരിക്കുന്നു എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആർക്കാണ് കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത്? യുദ്ധത്തിൽ ആര് ജയിക്കാനാണ് സാധ്യത? നഷ്ടവും ലാഭവും ഒന്നും യുദ്ധത്തിനകത്ത് പ്രശ്നമല്ല. ആര് ജയിക്കുന്നു എന്നുള്ളതാണ് യുദ്ധത്തിന്റെ അകത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പൊ ഇന്ന് ഈ ചോദ്യത്തിന് നമ്മുടെ പറയുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ ഒരു ഉദാഹരണം പറയുന്നത് മാതൃഭൂമിക്കകത്ത് കിടപ്പുണ്ട്. ഇസ്രായേലിൽ നിന്നുള്ള ഒരു ഇന്ത്യക്കാരൻ എഴുതുന്നത്, നിങ്ങൾ പറയുന്നതാണ് ഞങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ യുദ്ധം തിരിച്ചറിയുന്നത്. മലയാള മാധ്യമങ്ങളിൽ നോക്കിയാൽ ഭയങ്കര യുദ്ധമാണ്, പക്ഷെ എനിക്കിതൊന്നും ഫീൽ ചെയ്യുന്നില്ല. വല്ലപ്പോഴും ഒരു അലാറം അടിക്കും, അന്നേരം ഞങ്ങൾ ബങ്കറിൽ പോകും. അല്ലാതെ സാധാരണ നിലയിൽ ഉള്ള ജീവിതക്രമം അല്ലെങ്കിൽ ജീവിത രീതി ഇപ്പോഴും ഇവിടെ നടക്കുന്നു. യുദ്ധം എന്നുള്ള ഒരു ഫീലിങ്സ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ ഇസ്രായേലിൽ നിന്നുള്ള ജനം പറയുന്നുണ്ട്. എനിക്ക് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഇസ്രായേലിലുള്ള ഒരു ഷിബു തരകൻ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ട്. അവൻ നിരന്തരമായിട്ട് എന്നെ വിളിക്കാറുണ്ട്. അവൻ പറയും, നിങ്ങളെ വാർത്ത കണ്ടാടെ ഞങ്ങൾ യുദ്ധം അറിയുന്നേ. അപ്പം ഈ രീതിയിലേക്കാണ് അവർ പറയുന്നത്. അപ്പൊ ഇസ്രായേൽ എന്താണ് എന്താവത്തില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങൾ യുദ്ധത്തിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇസ്രായേലിനകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഉള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ ഒരുപക്ഷെ മാധ്യമങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ഇതുവരെ യുദ്ധം ബാധിച്ചിട്ടില്ല. അപ്പൊ നമ്മളിത് പറയുമ്പം ഒരു ഭാഗം നിന്ന് പറയുകയാണെന്ന് ചിലർ പറയും, കീഴി വന്ന് പറയും ഇസ്രായേൽ അടിച്ച് തകർത്ത് തീർത്ത് തിമിർത്ത് നിൽക്കുകയാണ് ഇറാൻ എന്നൊക്കെ പറയും. നമ്മൾ കഴിഞ്ഞ 5 ദിവസത്തെ ഡേറ്റ മാത്രം ഒന്ന് പരിശോധിക്കും. ഇറാൻ ബോംബിട്ടില്ല, ബാലിസ്റ്റിക് മിസൈൽ ഇട്ടു, അവിടെ എവിടെയൊക്കെ തകർന്നു, അല്ലെങ്കിൽ കുഴപ്പങ്ങളുണ്ട്, അല്ലെങ്കിൽ ആൾനാശമുണ്ട് എന്നതൊക്കെ സമ്മതിക്കുമ്പോൾ 100% ടാർഗറ്റഡ് ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അതായത് സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നും പാഴായി പോയിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് യുദ്ധമാണ് നടത്തിയിരിക്കുന്നത്. നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറയുന്നത് പോലെ ഇറാൻ ലക്ഷ്യം വെച്ചു, അതിനു മുമ്പ് ഇറാന്റെ ചിറകരിഞ്ഞു. അത് ഹമാസിന്റെ രൂപത്തിലും പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളയുടെ രൂപത്തിലും ഹൂത്തിയുടെ രൂപത്തിലും. അതിനുശേഷം ഇറാനിലേക്ക് കയറുന്നു. ഇറാനിലേക്ക് കയറിയിട്ട് ആദ്യം അവർ ചെയ്തേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട കക്ഷികളെ, അതായത് ഈ യുദ്ധം നാളെ കാലത്തെ നിയന്ത്രിക്കേണ്ടവരെ മൊത്തം കൊന്നുകളഞ്ഞില്ലേ? എവിടാ പ്രശ്നം പറ്റിയത്? ആർമി ചീഫിനെ ആദ്യമേ കയറി കൊന്നില്ലേ? റവല്യൂഷണറി ഗാർഡിന്റെ തലവനെ കൊന്നില്ലേ? മൂന്നാമത് 13ഓളം ഈ പറയുന്നത് പോലെ ശാസ്ത്രജ്ഞന്മാരെ, ഫ്രഷ് ആയിട്ടുള്ള ന്യൂക്ലിയർ ശാസ്ത്രജ്ഞന്മാരെ കൊന്നില്ലേ? അതിന്റെ ഓഫീസുകൾ മൊത്തം അവർ ടാർഗറ്റ് ചെയ്തില്ലേ? അതിന്റെ ലാബുകൾ മൊത്തം അവർ തകർത്തില്ലേ? സൈനിക കേന്ദ്രങ്ങൾ തകർത്തില്ലേ? അതുപോലെ തന്നെ അവര് കണക്ക് ഇപ്പൊ വെളിയിൽ വന്നിരിക്കുന്ന ഒരു ദിവസം ഇസ്രായേൽ വെച്ചിട്ടിരിക്കുന്ന കണക്കും ആദ്യത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് 21ഓളം പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥന്മാര്, നിയന്ത്രിക്കേണ്ടവരെ അവർ കൊന്നില്ലേ? അപ്പം ഇതിനകത്ത് പിന്നെ എവിടെയാണ് ഈ അതുപോലെ തന്നെ ഖമേനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേഷ്ടാവിനെ കൊന്നില്ലേ? വിജിലൻസ് മേധാവിയെ കൊന്നില്ലേ? അപ്പൊ ഇതേ രീതിയിലേക്ക് യുദ്ധം നടത്തിക്കൊണ്ട്, അതുപോലെ അവര് രണ്ടാമത് ആക്രമിച്ചത് എവിടൊക്കെയാണ്? അത് പരിശോധിക്കുമ്പോൾ ന്യൂക്ലിയർ ലാബുകൾ മൊത്തം തകർത്തില്ലേ? 5 കാർബൺ സ്ഫോടനം അവിടെ നടത്തിയതിനകത്ത് 2 എണ്ണം ന്യൂക്ലിയർ ശാസ്ത്രജ്ഞന്മാരെ സ്വകാര്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ലാബ് ഉൾപ്പെടെ ആ കെട്ടിടം ഉൾപ്പെടെ തകർന്നുപോയി. അതുപോലെ ആർമി ഹെഡ് ക്വാർട്ടേഴ്സ്, 80 ഏക്കറിനകത്തുള്ള ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് പൂർണ്ണമായിട്ടും തകർത്തെറിയാവും. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ക്വാഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ക്വാഡ് ഫോഴ്സ് എന്ന് പറയുന്നത് പ്രോക്സികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട നിർദ്ദേശം, പ്രോക്സികളാണല്ലോ ഇവരുടെ പ്രധാനപ്പെട്ട സംഭവം, നിർദ്ദേശം കൊടുക്കുന്ന മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ട ഒരു വലിയ വിങ് ഉണ്ട്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവർ തകർത്ത് കളഞ്ഞു. അതുപോലെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് തകർത്ത് കളഞ്ഞു. അപ്പം ഇതുപോലെ പ്രധാനപ്പെട്ട കിട്ടുന്ന ദിവസം കണ്ടല്ലോ ഒരു താത്ത ഓടി അവരുടെ ഊപ്പാട് വരുത്തുന്നത്. താത്ത പറയുന്നത് എന്തുവായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഇന്നലെ അതിന്റെ വിശകലനത്തെ പറ്റി അല്ലെങ്കിൽ അറിയാവുന്നവരെ പറ്റി ചോദിച്ചോ പറഞ്ഞു, നിങ്ങൾക്കൊന്നും പേടിക്കണ്ട, നമ്മൾ യുദ്ധം ചെയ്യുന്നു, ഇസ്രായേലിനെ അടിച്ചു തകർത്തുകൊണ്ടിരിക്കുന്നു, ബാക്കി വരുന്ന വാർത്തകളെല്ലാം തെറ്റാണ്, നമ്മൾ യുദ്ധത്തിൽ മുന്നേറുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താത്തയുടെ മണ്ടയ്ക്ക് മിസൈൽ വന്ന് താത്ത ഓടി അവിടെ ഊപ്പാടും വന്നു. അപ്പം യഥാർത്ഥത്തിൽ അവർ പറഞ്ഞതും ഇസ്രായേൽ അവിടെ സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് ഒരുപക്ഷെ ലോകത്ത്
ആ ഇസ്രയേലിന്റെ മാധ്യമങ്ങൾ കൂടി തന്നെ അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതായത് അതേ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ എവിടായി ഈ പറഞ്ഞ പോലെ പരാജയം? പിന്നെ യുദ്ധം ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റത്തില്ല. പിന്നെ ഇപ്പൊ നിൽക്കുന്നത് എന്തുവാ? ഞങ്ങൾ ഇപ്പൊ പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ലേ, ഖമേനിയെ തട്ടും. ഇനി അതിനെ തർക്കമൊന്നുമില്ല. ഖമേനിയെ തട്ടും. തട്ടിയിട്ട് അവിടെ നിന്റെ ഈ ഭരണം മാറ്റിയിട്ട് ഞങ്ങൾ ആളെ കൊണ്ടുവച്ച് ഭരിപ്പിക്കും. ഇതുപോലെ ഒരു രാജ്യത്തിന് പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് പറയാൻ പറ്റും. പരസ്യമായിട്ട് പറഞ്ഞില്ലേ. പിന്നെയും പറയുന്നേ, ഇവന്മാര് ചെയ്യുന്നതെന്ന് പറയാം, ഇവന്മാര് യുദ്ധത്തിൽ ജയിക്കും. ഇറാൻ എവിടാന്ന് അറിയാം? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ജിഹാദ് നടത്തി ഇവിടെ അല്ലാത്ത ഒരു ലോകം അവര് സ്വപ്നം കാണുന്നുണ്ട്, അവിടെ ജയിക്കും. അല്ലാതെ ഇവിടെ ഈ യുദ്ധത്തിൽ ഇവർ ജയിക്കത്തില്ല. നാശനഷ്ടങ്ങൾ ഉണ്ടാകാം. അതുപോലെ വേറൊരു കാര്യം ഈ നമ്മൾ പ്രേക്ഷകരോട് പറയുകയാണ്, അയൺ ഡോം സംവിധാനം തകർത്തെന്നേ. അയൺ ഡോം സംവിധാനം തകർത്ത് മൊത്തം മിസൈൽ ഇട്ടുകൊണ്ടിരിക്കുക. എന്റെ പൊന്നെ, അവിടെ അയൺ ഡോം സംവിധാനം 10-20% തകർന്നു പോട്ടെ. ഇവര് മിസൈൽ അങ്ങ് അവിടെ പതിച്ചു, അവിടെ നാശനഷ്ടമുണ്ട്. ഇവൻ എന്തോ സംവിധാനമാണുള്ളത്. ഇവന്റെ സംവിധാനം മൊത്തം പോയി. ഇവന്റെ നാട്ടിൽ ആർക്കും കയറാം, എവിടെയും കയറി ബോംബിടാം. അതേ രീതിയിൽ ഒന്നുമില്ലാത്തടത്ത് പറയുക ഞങ്ങൾ അയൺ ഡോം സംവിധാനം തകർത്ത് മൊത്തത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇറാൻ അല്ല പറയുന്നത്, ഇവിടുത്തെ മാധ്യമങ്ങളാ പറയുന്നത്. അപ്പൊ ഇതേ രീതിയിൽ ആ യുദ്ധത്തിന്റെ കിടപ്പ്. അതായത് അവര് നിവർത്തികെട്ട് ഇല്ല കണ്ണുപൊട്ടൻ വടിയെടുത്ത് വീശുന്ന പോലെ വീശിക്കൊണ്ടിരിക്കുക ഇറാൻ. മറ്റേവർ കൃത്യം ടാർഗറ്റ് ചെയ്ത് പോയിന്റ് ചെയ്ത്, അതായത് നമ്മളിൽ കിരാന ഹിൽസിനകത്ത് കാര്യം പറഞ്ഞതുപോലെ നമ്മളതുപോലെ ഓരോ സ്ഥലങ്ങൾ പോയിന്റ് ചെയ്തില്ലേ സിന്ദൂരിൽ, ഇതുപോലെ പോയിന്റ് ചെയ്താണ് ഈ പറയുന്നത് പോലെ അവരുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ദേശീയമായിട്ടുള്ള ടെലിവിഷൻ, റേഡിയോ, ഇതിന്റെ കെട്ടിടങ്ങൾ തകർത്ത് കളഞ്ഞു. അവിടെ ഇനി ഒന്നുമില്ല. അപ്പൊ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പം ആദ്യത്തെ ദിവസം 100 മിസൈൽ വന്നു, രണ്ടാമത്തെ ദിവസം 50 മിസൈൽ വന്നു, മൂന്നാമത്തെ ദിവസം 25 മിസൈൽ വന്നു. ഇപ്പൊ മിസൈലുകൾ വരുന്നതിന്റെ എണ്ണം കുറഞ്ഞു. എന്താ കാര്യം? ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എവിടുന്നാ മിസൈൽ തൊടുക്കുന്നത്? അതിന്റെ ലോഞ്ചുകൾ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. എവിടുന്നാ ഡ്രോൺ തൊടുക്കുന്നത്? അതിന്റെ ലോഞ്ചുകൾ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇനിയിപ്പോ തൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഇന്നലെ വട്ടൻ ട്രംപ് പറഞ്ഞല്ലോ, ഞങ്ങൾ കടന്നു കയറുമെന്ന്. വട്ടൻ ട്രംപിന് മനസ്സിലായി ഇയാൾ പറഞ്ഞില്ലെങ്കിലും കടന്നു കയറുമെന്ന്. അതുകൊണ്ട് വട്ടൻ ട്രംപ് പറഞ്ഞു ഞങ്ങൾ യുദ്ധത്തിലാന്ന് പറഞ്ഞ ഇല്ല. മുതല പണ്ട് പറഞ്ഞതുപോലെ ഞാനും കൂടെ പശുവിനെ പിടിച്ചെന്ന്. പശുവിനെ പിടിച്ച് മുതല തിന്നു കഴിഞ്ഞപ്പോ അവസാനം വായിലിരിക്കുന്ന ഈച്ച പറഞ്ഞു, മുതലയുടെ വായിലിരിക്കുന്ന ഈച്ച പറഞ്ഞു ഞാനൂടാ മുതലെ പശുവിനെ പിടിച്ചത്. കാരണം ഈ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഈ കണ്ടമാനം ഈച്ചകൾ കാണും മുതലയുടെ ഒക്കെ വായിൽ. കാരണം അതിന്റെ അവശിഷ്ടം കഴിക്കുന്നതിന് വേണ്ടി. അയാളിവിടെ ഈ പറഞ്ഞ പശുവിനെ പിടിച്ചെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ട്രംപിന്റെ അവസ്ഥ. ട്രംപ് പറഞ്ഞിട്ട് നിന്നില്ല. ട്രംപ് ഈ മതമൂല്യവാദികളുമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ അതാണ്ട് നാളെ ഉച്ചയ്ക്ക് ലോകത്തെ ഏറ്റവും കൊള്ളൂല്ലാത്തവനും ആർക്കും വേണ്ടാത്തവനായിട്ട് മുനീറുമായിട്ട് രഹസ്യ ചർച്ച വെച്ചേക്കുക വൈറ്റ് ഹൗസിൽ. അങ്ങനെ ഇയാള് പോയി രഹസ്യ ചർച്ചയൊക്കെ വെച്ചിട്ട് ഇയാള് അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് കരാർ ഉണ്ടാക്കിയിട്ട് ഇറാനുമായിട്ട് രഹസ്യധാരണ ഉണ്ടാക്കി. അത് മനസ്സിലായി. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, അടിക്കുമെന്ന്. ഇയാള് പറഞ്ഞു അടിക്കരുതെന്ന് പറഞ്ഞു, അവര് പറഞ്ഞു അടിക്കുമെന്ന് പറഞ്ഞു. ഇയാള് പറഞ്ഞു ഇപ്പൊ ആദ്യമേ ഖമേനിയെ കൊല്ലണമെന്നുള്ള തീരുമാനം അല്ലെങ്കിൽ അത് വീറ്റോ ചെയ്തെന്ന് പറഞ്ഞു. അവര് പറഞ്ഞു ഖമേനിയെ നാളെ കാലത്ത് വേണമെങ്കിൽ കൊല്ലാം. ഇപ്പൊ ആദ്യമേ ഒന്ന് പറഞ്ഞപ്പോ കേട്ടെന്നേ ഉള്ളൂ. അപ്പൊ ഇതേ രീതിയിലേക്കാണ്. അതായത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനകത്ത് ഇസ്രായേൽ 100% വിചാരിച്ച കാര്യങ്ങൾ നടപ്പാക്കിയാണ് പോകുന്നത്. അതായത് ഇദ്ദേഹം ഒരു മാസം മുമ്പ് അവിടുത്തെ ജനതയോട്, ഒരു മാസം മുമ്പ് 3 മാസം മുമ്പ് ഒരു ജനതയോട് ഒരു പ്രഖ്യാപനം നടന്നത് അതന്നെയാകും, ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു കാലം തരാം, ഞങ്ങൾ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യമില്ലായ്മ മാറ്റിത്തരാം, ഞങ്ങൾ നിങ്ങളുടെ പഴയ പേർഷ്യയിലേക്ക് എത്തിക്കാം, നിങ്ങളൊന്ന് ക്ഷമിക്കൂ, ഞങ്ങൾ ജനതയോടാണ് പറയുന്നത്. വീണ്ടും അദ്ദേഹം അത് പറയുന്നു. ഇപ്പൊ അതേ രീതിയിലെ കാര്യങ്ങൾ നീങ്ങുന്നു. ഈ പറയുന്ന ഖമേനിയുടെ ഭരണകൂടം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു 78-ന് ശേഷം വന്ന ആ രാജ്യത്തെയും ലോകത്തെയും ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മതഭരണം, ആ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഉണ്ടാക്കിയെടുത്ത ആ ഭരണ സംവിധാനത്തെ ഒരു പക്ഷേ പണ്ട് സദാം ഹുസൈന് പറ്റിയ അതേ അവസ്ഥ ഈ പറയുന്ന ഖമേനിക്കും സംഭവിക്കും എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. നമ്മൾ പാകിസ്ഥാനെ പറയുന്നത് എന്തുവാണെന്നറിയോ? മത തീവ്രവാദികളെ അടവച്ച് വിരിയിക്കുന്ന രാജ്യം. ഇത് മത തീവ്രവാദ രാജ്യങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് ഇറാന്റെ കഥ കഴിയുന്നു. അതുപോലെ തന്നെ വേറൊരു വലിയ കാര്യം പുറത്തു വരുന്നുണ്ട്, അത് പറയാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ചാല് ഈ പറയുന്നത് പോലെ ഇപ്പൊ അവർ ടാർഗറ്റ് ചെയ്തേക്കുന്ന ഒരു യുദ്ധമുറയെന്ന് പറഞ്ഞാൽ ഈ കൊല്ലുന്നതിന്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു സൈനിക ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവർ രണ്ടാമത് നിയമിച്ച സൈനിക ഉദ്യോഗസ്ഥനെയും അതിന്റെ കൂടെ വളരെ കൂടുതൽ ആൾക്കാരെ കൊന്നു. അപ്പൊ അതിന്റെ കണക്ക് ഇറാൻ തന്നെ പറയട്ടെ എന്നാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പം സൈനിക ഉദ്യോഗസ്ഥരെ കൊല്ലുന്നതിന് ഇപ്പൊ എന്നെ കൊല്ലാൻ ഉദ്ദേശിക്കുകയാണ് ഞാൻ, അല്ലെങ്കിൽ ഇറാന്റെ സൈനിക ഉദ്യോഗസ്ഥനാണ്. എന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരും, അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ ഫോണിൽ മെസ്സേജ് വരും, എന്റെ മക്കളുടെ ഫോണിൽ മെസ്സേജ് വരുമോ, നിങ്ങൾ ഈ സമയത്ത് കൊല്ലും. അപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ റിപ്പോർട്ട് വന്നോണ്ടിരിക്കുക. ഫോണിൽ സന്ദേശം വരിക, ഫോണിൽ സന്ദേശം വന്നു കഴിഞ്ഞിട്ട് കൊല്ലുക. ഈ പറഞ്ഞ ഈ അവതാര അല്ലെ TV എടുത്ത് പറഞ്ഞു നിങ്ങൾ നിർത്തിക്കോ,
അവർ ഇസ്രായേലിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നിർത്തിക്കോ, നിങ്ങളുടെ മകളിൽ ബോംബ് വീഴാൻ പോവാന്ന്. ഈ പെണ്ണുമ്പോളെ സംസാരിച്ചുകൊണ്ടിരുന്ന നാട്ടുകാർ കേട്ടാണ് അതിന്റെ പുറത്ത് ബോംബ് വീണു. അപ്പം ഇതുപോലെ ഖമേനി ഇപ്പം 4 സ്ഥലം മാറിയെന്നാ പറയുന്നത്. ഒളി സങ്കേതം 4 സ്ഥലം മാറിയപ്പോഴും ഈ ഖമേനിയുടെ പേഴ്സണൽ സെക്രട്ടറിയും സെക്യൂരിറ്റി ഗാർഡിന്റെ ഒക്കെ ഫോണിൽ വരുക, നിങ്ങൾ എവിടാന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾ ഞങ്ങളുടെ സ്കാനറിലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ സ്കെച്ച് ചെയ്തിരിക്കുന്നു. ഇതാണ് ഈ ഖമേനിയുടെ അവസ്ഥ. മനസ്സിലായോ? അപ്പൊ ഇതേ രീതിയിൽ യുദ്ധം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇത്രയും ഡീപ്പായിട്ട് ഇറാനിൽ ഇറങ്ങിയിരിക്കുന്ന ഈ പറയുന്ന ഇസ്രായേലിന്റെ അടുത്താ പറയും ഇസ്രായേലിനെ തീർത്തു. അല്ലെങ്കിൽ ഇപ്പൊ ഇവൻ ചെയ്യുന്നത് പറയാം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു കണ്ണുപൊട്ടനെ ചെന്ന് ആരാണ്ട് ഒരു അടി അടിച്ചു, കണ്ണുപൊട്ടൻ വട്ടം വടിയിട്ട് കറക്കുക. ആ പ്രദേശത്തൂടെ പോയവരുടെ കൊണ്ടോന്റെ അകത്ത് കൊണ്ടു, കൊല്ലാത്തവന്റെ അകത്ത് കൊണ്ടില്ല, ആരടുത്ത് കൊണ്ടെന്ന് ആ കണ്ണുപൊട്ടനും അറിയത്തില്ല, ആരാ അടിച്ചതെന്ന് കണ്ണുപൊട്ടനും അറിയത്തില്ല എന്നുള്ള രീതിയിലേക്ക് ഇറാന്റെ അവസ്ഥ. അപ്പം ഈ പറയുന്നത് പോലെ ഖമേനിയാണ് അടുത്ത ടാർഗറ്റ്. ഖമേനി അവർ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. സമയം മാത്രം കുറിച്ചാൽ മതി. ഒരു പക്ഷേ സന്ദേശം നോക്കിയിരിക്കുന്ന, SMS സന്ദേശം നോക്കിയിരിക്കുന്ന ഖമേനി ആയിരിക്കും ഇപ്പോൾ ബങ്കറിലുള്ളത് എന്ന് വിചാരിക്കാം. കാരണം SMS ചെല്ലുന്നു, ആളെ തട്ടുന്ന ഒരു സിസ്റ്റം, അതായത് കൊല്ലുമെന്ന് പറഞ്ഞിട്ട് കൊല്ലാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇത്തരത്തിൽ യുദ്ധം ചെയ്യാൻ വേറെ ഒരു രാജ്യത്തിനും ഒരുപക്ഷെ സാധിച്ചുണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യം വേറെ ഉണ്ടാകത്തില്ല. പിന്നെ എവിടെ ജയിക്കാൻ? ഇതുവരെ തോറ്റിട്ടില്ല ഇസ്രായേൽ, ഇതുവരെ തോറ്റ ചരിത്രമല്ല. അവസാന ജയം ഇസ്രായേലിന് മാത്രം. അല്ലെങ്കിൽ ഇതുവരെ അവർ ഈ യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നത്, ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം അവർ ഉദ്ദേശിച്ചതുപോലെയാണ്. അവരുടെ 1% പോലും ലോസ് ഇല്ല, 100% സക്സസ്. അതായത് ഒരു ബോംബ് പോലും പാഴാക്കാതെ ഇപ്പോഴും ഇതുവരെയും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ നടക്കാൻ പോയിരിക്കുന്ന സംഭവം പോലും ഇറാനെയും പരമാധികാരിയെയും ലോകത്തെയും വിളിച്ചറിയിച്ചിട്ട് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഇവിടുത്തെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് പോലെ ഇസ്രയേലിൽ വലിയൊരു നഷ്ടമുണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കാരണം ഇസ്രയേലിൽ ജീവിക്കുന്നവർ, മലയാളികൾ ഉൾപ്പെടെ പറയുന്നു, ഒരു യുദ്ധത്തിന്റെ ഭീതി അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഒരു ഫീൽ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇടയ്ക്ക് സൈറൺ മുഴങ്ങാറുണ്ട്, ആ സമയങ്ങളിൽ ബങ്കറുകളിലേക്ക് മാറുന്നുവെന്ന്. പക്ഷേ ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ മറ്റു പല മാധ്യമങ്ങളും, ന്യൂസ് പേപ്പറുകൾ അടക്കം സൂചിപ്പിക്കുന്നത് ഇസ്രയേലിൽ എന്തോ കനത്ത നാശനഷ്ടമുണ്ടായി, ഇറാൻ വലിയ രീതിയിൽ തിരിച്ചടിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.